കാഴമ്പും മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ ധരിച്ചിരിക്കുകയാണോ ശോശാമേ? ഒന്ന് ചുമ്മാ ഇരടേ. ചുമ്മാ ഇരുന്ന കൊതു കടിക്കും. കൊണു കടിക്കും പോലും. ഞാൻ വേണം ഇത് മൊത്തം ചവിട്ടിക്കയറ്റേ. ഇയാൾ അറിഞ്ഞായിരുന്നോ? എന്തോന്നാ? മറ്റില്ല ആന ചരിഞ്ഞായിരിക്കും. ഏതാന? ഇല്ല, പൈനാപ്പിൾ പടക്കം കടിച്ച ആനയില്ലയോ? ഓ, ആര് ചെയ്താണെങ്കിലും അത് വല്ലാതെ ചെയ്തായിപ്പോയി. അവന്റെ കണ്ണാക്കി ഇട്ട് വേണം അത് പൊട്ടിക്കാൻ. ഓ, രോമാറ്റം വരുന്ന കേട്ടോ. എന്നാത്തിന്? നിന്നെ ഓർത്തിട്ടാ. കഴിഞ്ഞ വട്ടം പടക്കം വെച്ചിട്ട് ഇയാൾക്ക് വല്ലതും കിട്ടിയായിരുന്നോ? ചെറിയൊരു പന്നിക്കുട്ടൻ നല്ല കിളിവ് വരുന്നു. എടുത്താ പൊങ്ങയിലായിരുന്നു. എന്നിട്ട് ഇയാൾ അതിനെ വെറുതെ വിട്ടാണ്. ഓ, കുരുമുളകും മസാലയൊക്കെ ചേർത്ത് വെളുത്തിട്ടങ്ങ് വെറുതെ വിട്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പ ശരിയാ, അണ്ണാക്കിലിട്ട് തന്നെ പൊട്ടിക്കണം. ഓ, ഉണ്ടാക്കിയതാണല്ലേ? ഏറെക്കുറെ. അപ്പുറത്തൊന്നും കാനയൊക്കെ ചവിട്ടി വിടാൻ അങ്ങോട്ട്. ആ സാറേ. സുഗുണം സാറേ. പറയടൂ. സാറിന്റെ പ്രമോഷനും കാര്യങ്ങളൊക്കെ എന്തായി? ഓ, സർവീസ് രണ്ടൊന്ന് ചുവന്നവരെയൊക്കെ വീണതിന് ശേഷം ഗുണം പിടിച്ചിട്ടില്ല. ഓ, അതൊക്കെ അങ്ങ് മാറും സാറേ. സാറേ, ഈ വഴിയിൽ പാമ്പുകളൊക്കെ ഉള്ളതാ, സൂക്ഷിച്ചു പോകുന്നത് നന്നായിരിക്കും. ഇവിടുത്തെ പാമ്പുകളൊന്നും എന്നെ ഒരു ചുക്കും ചെയ്തില്ലടോ. വെടിയാ സാറേ ആ ഭാഗത്തുനിന്ന്. ആടോ, പോയി നോക്കാം. ജീവിക്കാനും സമ്മതിക്കത്തില്ല പുല്ലന്മാര്. നോക്കി നിൽക്കാതെ പോയി പിടിക്കാൻ നോക്ക്. എന്റെ പൊന്നു സാറേ, അവനോട് പെതി ഓടാൻ പറ. അവിടെ ഒന്ന് കുപ്പിച്ചിലൊക്കെ ഉള്ളേ. കുപ്പിച്ചില്ല കോപ്പ്. എന്റെ പ്രൊമോഷൻ അവിടെ ഓടിപ്പോന്നെ, ഒന്ന് പിടിക്കാൻ നോക്ക്. നിനക്കൊന്ന് നാണമില്ലൂടെ എന്നെ ഇട്ട് ഓടിക്കാൻ? അന്തസ്സില്ലാത്ത തെണ്ടികള്. പോലീസാണത്രേ, പോലീസ്. ഇപ്പൊ പൊട്ടിയാനെ എന്നെ പത കണ്ടവന്മാരാണെന്നോ? കുഞ്ഞാന്നോ എന്തോ, പോയി പിടിയണോ അവനെ. അതൊക്കെ ഇനി ഒത്തിരി സമയം എടുക്കത്തില്ലൂടാ. കൊണ്ടു ഉരുട്ടല്ലേ, നിക്കത്തില്ലടാ പട്ടികളെ. ജീവൻ പോയാലും വിടല്ലടാ രാമേന്ദ്ര. ഇല്ല സാറേ, ഞാൻ പിടിച്ചോ. നീയൊക്കെ വെള്ളം കുടിക്കാതെ ആവത്തുള്ളടാ. അതൊക്കെ പോടാ, പുറകിൽ ചക്കയുള്ളതാ. ഇതെങ്കിലും കൊണ്ട് കൊടുക്കോടേ നീ. എന്റെ തള്ളക്കല്ലാണ്ട് പിന്നെ വേറെ കൊടുക്കാനാണ്. കഴിഞ്ഞ ആഴ്ച കിട്ടിയ ചക്ക നീ കൊടുത്തില്ലെന്നാ കേട്ടത്. നിന്റെ തള്ളയല്ല എന്റെ തള്ള. നാക്കെടുത്താ നുണയെ പറയും, പെരട്ട തള്ള. നോക്കി ചവിട്ട്. നോക്കി തന്നെ ചവിട്ടുന്ന. നുണേ. ഇങ്ങോട്ട് വന്ന് കേട്ട് നീ ചെറുതാ. പിന്നെ ഞാൻ നീ എന്നെ അടിച്ചില്ലടാ ബോബി. ഇവനെ അടിച്ചോ. ആദ്യം എന്നെ ഇത് ദൂരെയാ പന്നി. നീയൊക്കെ ഏതടാ? നിന്നെ പിന്നെ കാണിച്ചോടാ. കാണിക്കടാ. എടാ, നാട്ടുകാരുടെ അടി മേടിക്കാൻ എന്നെ വന്ന് രക്ഷിക്കടാ പട്ടി. എടുത്ത് മാറ്റാ. മൂഞ്ചിക്കൊണ്ടിരിക്കാ. ചക്ക എടുത്തോണ്ട് കയറാ പട്ടി. ചക്ക എവിടെ പോയി? ചക്ക എവിടെ പോടാ? എടാ, നേരെ നോമ്പോ ചക്ക ഓടി പോയി പിടിയടാ. അയ്യോ കർത്താവേ, സൈക്കിൾ നിൽക്കാൻ പറഞ്ഞു. നിൽക്കണോടെ.
ലിസിയേ നീ ഇപ്പൊ എന്നെ കാണുമ്പോ ഒളിച്ചു നടക്കുവാന്നല്ലോടി. ഞാൻ എന്തിനാ ഇച്ചായനെ കാണുമ്പോ ഒളിച്ചു നടക്കുന്നേ? ഇപ്പൊ തരാന്ന് പറഞ്ഞല്ലേ നീ കാശ് മേടിച്ചേ? ഇപ്പൊ 1 വർഷം കഴിഞ്ഞില്ലോടി. ഓ അതായിരുന്നോ കാര്യം? എന്താ അത് നിനക്കൊരു കാര്യമല്ലയോ? അതിനിപ്പോ ഇച്ചായൻ എന്നാത്തിനാ പേടിക്കുന്നേ? ഫിലിപ്പച്ചായൻ വന്നോണ്ടേ കാശങ്ങ് തരത്തില്ലായോ? ഈ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചിട്ടല്ലേ നാട് വിട്ടത്. അവനിനി എന്ന് വന്നുണ്ടാക്കാന്നാ നീ പറയുന്നേ? ഇച്ചായ കാശ് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ എന്റെ കെട്ടിയോനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. ഓ അവളുടെ ഒരു കെട്ടിയോന് അത്രയ്ക്ക് തണ്ണം ഉണ്ടായിരുന്ന നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച കാശ് തിരിച്ചു തരണമായിരുന്നു. ഇന്ന് ഞാൻ എന്തായാലും 2-1 അറിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. എന്നാ എന്റെ തനി കോണം കാണും. പിന്നെ നീ എന്നെ ചെയ്യുമെന്നാ? നിങ്ങൾ എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യാൻ ഈ നാട്ടുകാരോട് മൊത്തം പറയും. ഓ നാട്ടുകാരെന്നെ പോയോ? ഭാവം പേടിച്ചു കാണും. അല്ലടാ അരഞ്ഞാണം കിട്ടുവാ. വേണ്ടായിരുന്നു. പേടിക്കൊന്നും മതിയില്ലേ, മാറിക്കടാ അങ്ങോട്ട്. ചേച്ചി ഇതൊരു പോന്നണ്ട. ഇപ്പൊ ഇവിടെ എന്ന മനുഷ്യനെ കാണുന്നില്ല, അപ്പഴാ അവന്റെ ഒരു ചാക്ക. ഒന്ന് പോടിറക്ക. മുത്തേ നീ ഇവിടെ ഇരിക്കുവായിരുന്നു? അയ്യോ കുടിച്ചാ എന്തായി കാനേലി? ഓ ഒന്ന് മൂത്രമൊഴിക്കാൻ ഇറങ്ങിയതാ മോനെ. ഈ കോലത്തിലോ? ഒരു മറയായിക്കോട്ടെ എന്ന് വിചാരിച്ചു. കണ്ടിന്യൂ. ഓ ആയിക്കോട്ടെ മോനെ. ലിസ് ചേച്ചി നല്ല വെട്ടാണല്ലോ, എനിക്കൂടെ പഠിപ്പിച്ചു തരുമോ? ആ പഠിപ്പിച്ചു തരാമിടാ. വെട്ട് മാത്രം മതിയോ? അതൊക്കെ ചേച്ചിയുടെ ഇഷ്ടം. ഡേ നിന്ന് ചിനുങ്ങാ വന്ന് വണ്ടി കയറടേ. ഡാ ചക്ക ഉണ്ടെങ്കി ഒന്ന് എനിക്കൂടെ തന്നേച്ചു പോടാ. ഓ വേണ്ട, ചിലപ്പോ ഈ ചക്കയൊക്കെ നിന്ന് ഇപ്പലങ്ങ് മാഞ്ഞു പോവും. വന്ന് കയറാ. എടാ ലാല ഒന്ന് പറയടാ. ഞാനെന്ത് പറയാനാണ്? ഉള്ളതി പാതിയെങ്കിലും തരാൻ പറ. നീ പറഞ്ഞാൽ അവൻ കേക്കും. ചേച്ചി പറഞ്ഞ ഞാൻ എന്തും ചെയ്യും. വാക്കത്തി എടുക്കട്ടെ. വേണ്ട ഇത് മതി. ശരിയാക്കി തരാം തെണ്ടി. നീ വേണ്ട, ഇതിന്റെ കാര്യം നോക്കണം. എണ്ണം കെട്ടവൻ അതും തുളച്ച് എന്ത് കിട്ടിയാലും നാട്ടുകാർ കൊണ്ട് കൊടുക്കണം. ചുമ്മാ അല്ല നിന്റെ തള്ള എപ്പോഴും ചീത്ത വിളിക്കുന്നു. ഇതിന്റെ കുരുവെങ്കിലും നീ കൊണ്ട് കൊടുക്കൂടെ? കുറെ നേരമായിട്ട് നീ ഉണ്ടാക്കുന്നുണ്ട്. ഒരാളെ സഹായിച്ചെന്ന് വെച്ച് നീ ഒരുപാട് ഉണ്ടാക്കല്ലേ? ഓ അവന്റെ ഒരു ഒടുക്കത്തെ ഒലിപ്പീരും ചകായോ തള്ളക്കൂടി കേൾക്കുമ്പോഴേ നീ തന്നെ കേട്ടോണം. ഞാൻ കേട്ടോളാം. അയ്യോ സീടി, ഇതെന്ത് പാക്കാതെയോ? അല്ലടാ പോവല്ല, ഞാൻ നോക്കിട്ട് വരാം. സഹായിക്കാൻ വല്ല വകുപ്പുണ്ടോ നോക്ക്. അത് നമുക്ക് വലിയ ഗുണമുള്ള നോക്കട്ടെ. എങ്ങനെ ചകായ എന്തുവാടേ വല്ല ഗുണമുണ്ടോ? തല പോലും തറയിട്ടേക്കരുത്, ഞാൻ ആശ എടുത്ത് കാണും. തറയിട്ടേക്കണോ? ഇതെന്ത് കിഴങ്ങ്? എന്തോടാ അത്? ഒന്നുമില്ല സാറേ, കിഴങ്ങ. നീ പിന്നെ ഞങ്ങളെ കണ്ടപ്പോ ഓടിയത്? ഞാനല്ലേ സാറേ അവനാ. നോക്കിയോ എന്റെ കർത്താവേ, അമ്മച്ചാണ് ഞാനല്ല സാർ. നേരാ സാറേ, കിഴങ്ങ മുളപ്പിച്ചതാ. സത്യമായിട്ട് ഞാൻ കിഴങ്ങ്. നീ പോലീസുകാരന്മാരെ വരെ ഉണ്ടാക്കാൻ